ഇങ്ങോട്ട് വന്നാട്ടെ. എങ്ങോട്ടാ പോകേണ്ടത്? മെഡിക്കൽ കോളേജിലേക്കോ ജനറൽ ആശുപത്രിയിലേക്കോ? വരും. ജനറൽ ആശുപത്രിയിലേക്ക്. ഊളംപാറയിലോട്ട്. അങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മച്ചി മോളും ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കാര്യം പോവാ. എലിസബത്ത് ഡോക്ടറെ വീട്ടിലാ പോകേണ്ടത്. എലിസബത്ത് ഡോക്ടറോ? നമ്മുടെ ആളല്ലയോ? അമ്മച്ചി മോൾ ഇങ്ങോട്ട് കയറിയട്ടെ. ലോനച്ചാ, 2.5 മണിക്കൂറായി ഞാനിവിടെ ചത്ത പാമ്പിനെ പോലെ കിടക്കുക. അത് ചത്ത പാമ്പല്ലേ? ഇത് ജീവനുള്ള പാമ്പാ. വിട്ടുകൊടുക്കലടാ രാജപ്പ, ഇവന്റെ സ്ഥിരം തൊഴിലായത്. വെച്ചു കൊടുക്കടാ ജാക്കി. വെച്ചോണ്ടിരിക്കുവാ. എന്താ പെങ്ങളിങ്ങനെ നോക്കി നിൽക്കണത്? ഇങ്ങോട്ട് കയറിയട്ടെ. കേറും കേറും. അവര് തമ്മിൽ ഒത്തുതീർപ്പിലാകാൻ സമയം കുറയാകും. അതിനു മുമ്പേ പ്രസവം നടക്കും. നിങ്ങളെ ഞാൻ കൊണ്ടുവന്നാക്കാം. അത് ടൂറിസ്റ്റ് വണ്ടിയാ, ചാർജ് കൂടും. ചാർജ് വേണേ കൂടുതൽ കൊടുക്കട്ടെ, സംഭവം പ്രസവം ഇല്ലയോ? വന്നാട്ടെ. എടാ ഗോപി, ഞാനാണ് ആദ്യം വന്നവൻ. അതങ്ങ് ഷാപ്പിൽ പോയി പറഞ്ഞാച്ചാ മതി. എനിക്ക് കിട്ടാത്ത സവാരി നിനക്കും കിട്ടണ്ട. അതോ എന്തു പറ്റി? കുന്തം പണ്ടും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. കൊണ്ടുപോട്ടടേ, നമുക്ക് ദൈവം തരടാ. പിന്നെ ദൈവം ഇപ്പൊ ടാക്സിയിലല്ലേ യാത്ര? ഞങ്ങളുടെ ടാക്സി ദൈവം തന്നെയാ. നിന്റെ ടാക്സിയിൽ ഷാപ്പാട്ടിയല്ല. എത്ര രൂപയാ? 20. കിട്ടിയത് മുഴുവനും തൊലച്ചോ? നിന്റെ വണ്ടി എവിടെ? വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടോന്ന് കാണുന്നു ഞാൻ. ആ പെണ്ണിന്റെ വിധി. കാർ പുറത്തു കണ്ടില്ല. ആ പെട്രോൾ ബങ്കിൽ ഇട്ടിട്ടാവും അഭിഷേകത്തിന് പോയത്. പോക്കറ്റിൽ രൂപയൊന്നുമില്ലായിരുന്നു. എങ്ങനെ കാണാനാ? ഉള്ളത് മുഴുവനും ആ ചാരായ ഷാപ്പിൽ കൊടുത്ത് 10 രൂപ കടവും പറഞ്ഞു കാണും. ബോധം തെളിഞ്ഞാൽ ആണയിട്ട് പറയും ഇനിയും കുടിക്കില്ലാന്ന്. ഇച്ചിരിയില്ലാത്ത കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോലും 1000 തവണ കള്ളയാണയിടും. ഗ്രേസി വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. നേരെയാവും. ഞാൻ ചത്തു കഴിഞ്ഞു.
ഹൈഡ്രജന്റെ ആദേശം. സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ജലവുമായുള്ള പ്രവർത്തനം നിങ്ങൾ കണ്ടുവല്ലോ. സോഡിയം ജലോപരിതലത്തിൽ ഉരുകി ഉരുണ്ട് ഓടി നടന്ന് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കുകയും ലായനിയിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഞാനിവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് എന്താ ഇപ്പോൾ സോഡിയം നിൽക്കുന്നതൊക്കെ കൊള്ളാം. അവൻ വന്ന് 4 പറ്റ് വാരി തിന്നുന്നത് വരെ അതും ഇതും പറഞ്ഞോണ്ട് ചെന്നേക്കരുത്. എന്റെ വിധം മാറും പറഞ്ഞേക്കാം. എന്റെ കാര്യം പിന്നെ എനിക്ക് പറയണ്ടേ? ഇതിന്റെ ഒരു കാര്യം, നിനക്ക് മാത്രമേ ഉള്ളല്ലോ ആവശ്യങ്ങളൊക്കെ. ഇങ്ങനൊരു തൻകാര്യക്കാരൻ മൂത്തവനായി പോയത് കൊണ്ട് അവൻ തന്നെ ചുമടൊക്കെ ചുമക്കണമെന്ന് നിയമമൊന്നുമില്ല. ഈ ലോഹങ്ങൾ മണ്ണെണ്ണയിലോ